അപ്പോൾ സയന്റിഫിക് ഓഫീസർ ഫിസിക്സത്തെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്നുള്ളതിലെ സ്പെഷ്യൽ ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക്കിലത്തെ ഗാമ ഫങ്ഷൻ എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗാമ ഫങ്ഷൻ സ്പെഷ്യൽ ഫങ്ഷൻസ് കുറേ തരമുണ്ട്. ഗാമ ഫങ്ഷൻ ഉണ്ട്, ബീറ്റ ഫങ്ഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. സ്പെഷ്യൽ ഫങ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗാമ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫാക്ടോറിയൽ ഫങ്ഷൻ എന്നും കൂടി വിളിക്കും. ഗാമ ഫങ്ഷനെ നമ്മൾ എന്ന് വിളിക്കും? ഫാക്ടോറിയൽ ഫങ്ഷൻ എന്നും കൂടി വിളിക്കും. ഗാമ ഫങ്ഷൻ ഈസ് ആൾസോ കാൾഡ് ഫാക്ടോറിയൽ ഫങ്ഷൻ. അത് എന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ കുറച്ച് അതിനെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ട് പറയും. പിന്നെ അതിനെ ഡിനോട്ട് ചെയ്യണത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ്, ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. അതായത് അത് എഴുതിയത് ക്ലിയർ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഈ എന്ന് റെപ്രസെന്റ് ചെയ്യണ നമ്മളിപ്പോ ഗാമ ഏത് നമ്പറിന്റെയാണ് ഗാമ കാണുന്നത് ഉള്ളതിന്റെയാണ് എന്ന് പറഞ്ഞത്. അതായത് ഹാഫ് ആവാം, 3/2 ആവാം, അങ്ങനെ ഓരോന്നിന്റെയും നമ്മൾ എത്ര ഏതിന്റെ കാണുന്നത്, 1 ആവാം, 2 ആവാം. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് നമ്പറും ആവാം, ഫ്രാക്ഷൻ ആവാം, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് ആവാം, അങ്ങനെ ഏത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതും ആവാം. അപ്പൊ ഗാമ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാമ. ഗാമ എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക, ഗാമ എൻ. അപ്പോൾ ഗാമ ഫംഗ്ഷൻ അപ്പിയേഴ്സ് ഒക്കേഷണലി ഇൻ ഫിസിക്കൽ പ്രോബ്ലംസ്. അതായത് ഇടയ്ക്കിടെ കാണുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ് ഗാമ ഫംഗ്ഷൻ. ഗാമ ഫംഗ്ഷൻ ആണ് എല്ലാറ്റിനും നമ്മൾ റിലേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുക ഗാമ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഗാമ ഫംഗ്ഷൻ അപ്പിയേഴ്സ് ഒക്കേഷണലി ഇൻ ഫിസിക്കൽ പ്രോബ്ലംസ്. ഏതിലൊക്കെയാണ്? ഒന്ന്, കൂളം വേവ് ഫംഗ്ഷൻ, നോർമലൈസേഷൻ ഓഫ് കൂളം വേവ് ഫംഗ്ഷനിൽ അത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ എന്തിലും ഉപയോഗിക്കും? കമ്പ്യൂട്ടേഷൻ ഫംഗ്ഷൻ ഓഫ് പ്രോബബിലിറ്റി ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും കൂടുതലായിട്ട് ഗാമ ഫംഗ്ഷന്റെ ഒരു ഫോമിലാണ് കാണാറുള്ളത്. അപ്പൊ ഗാമ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ്. അതിനെ ഫാക്ടോറിയൽ ഫംഗ്ഷൻ എന്നും പറയും. അത് ഇടയ്ക്കിടെ നമ്മൾ ഓരോ ഫിസിക്കൽ പ്രോബ്ലംസിലും കാണുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഗാമ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗാമ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽസ്. ഇന്റഗ്രൽസിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതലായിട്ടും ഈ ഗാമ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽസ്. എന്തിനാണ്? ഇന്റഗ്രൽസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും അതിനെ ഗാമ ഫംഗ്ഷനെ യൂസ് ചെയ്യുക. പിന്നെ യൂളർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു ഗാമ ഫംഗ്ഷൻ എങ്ങനെ? ആസ് എ ഡെഫിനൈറ്റ് ഇന്റഗ്രൽ. ഡെഫിനൈറ്റ് ഇന്റഗ്രൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ യൂളർ ഗാമ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത്. എന്തായിട്ടാണ്? ഡെഫിനൈറ്റ് ഇന്റഗ്രൽ. അതിനെ റെപ്രസെന്റ് ചെയ്യണത്, അതായത് ഗാമ ഫംഗ്ഷൻ ഒരു ജനറൽ ഫോർമുലയാണ്. എന്ത്? ഗാമ എൻ ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. അപ്പൊ ഇന്റഗ്രലിന്റെ ലിമിറ്റ് എന്താണ്? 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഇന്റഗ്രൽ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? എക്സ്പോണൻഷ്യൽ e⁻x ഇൻറ്റു x⁻n−1 dx. ഇതാണ് നമ്മുടെ എന്ത്? നമ്മുടെ ഗാമ ഫംഗ്ഷന്റെ ജനറൽ ഫോം ആണ് ഇത്. ഗാമ എൻ ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഏത് ലിമിറ്റ് ആണ്? 0 ടു ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റില് e⁻x ഇൻറ്റു x⁻n−1 ഇൻറ്റു dx എന്നുള്ളതാണ് നമ്മുടെ എന്ത്? ജനറൽ ഫോം ഗാമ എൻ. അതാണ് നമ്മുടെ ഈ ജനറൽ ഫോം. എല്ലാ പ്രോബ്ലംസിനും ഓർമ്മ വേണം. അപ്പൊ അത് കാണാതെ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഗാമ എൻ ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻x x⁻n−1 dx. ഇനി അടുത്ത എന്താ? അപ്പൊ ഈ ഗാമ n+1 ആണ് നമുക്ക് കാണേണ്ടത് വെച്ചാൽ ഈ ഗാമ എൻ ജനറൽ ഫോം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ n ഹാഫ് ആണെങ്കിൽ, ഇത് ഗാമ ഹാഫ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ എന്നിന് പകരം ഹാഫ് ഇട്ട് കൊടുക്കും. അപ്പോഴാണ് നമുക്ക് ഗാമ ഹാഫ് കിട്ടുക. അപ്പൊ ഇവിടെ എന്താവും?
ഹാഫ് ആവും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതായത് ചെയ്യേണ്ട രീതി വേറെ സ്റ്റെപ്പിലാണ്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ പറയണത് ഗാമ അപ്പോൾ n+1 ആണ് നമുക്ക് കാണേണ്ടതെങ്കിലും ഗാമ n+1 ആണ് ഇവിടെ ഈ ഒരു ഇതില് ഈ സൈഡില് എന്നുള്ള ഒരു ഒറ്റ ഭാഗത്തേ ഉള്ളൂ. ഏത് ഭാഗത്താ? x⁻n ഉള്ള ഒരു ഒറ്റ ഭാഗത്തെയാണ്. x⁻n എന്നുള്ളവിടെ മാത്രമാണ് n ഉള്ളത്. അപ്പൊ ഗാമ n+1 ആണ് കാണുന്നത് എങ്കിൽ ഈ ജനറൽ ഫോമില് എന്നിന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യും? n+1 റീപ്ലേസ് ചെയ്യും. പിന്നെ എന്തുണ്ട്? അവിടെ ഒരു -1 ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടി? 1 - 1 പോയി. അപ്പൊ x⁻n dx കിട്ടി. അപ്പൊ ഇവിടെ എന്താണോ ആ ചേഞ്ച് നമുക്ക് ഏതിലാ കാണുക? x⁻n, ആ n⁻2 എന്നുള്ള ടേമിലാണ് നമ്മൾ അത് കാണുക. ഇനി ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം അല്ലെ? നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക? അതായത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഇവിടെ എടുക്കാനുള്ള റീസൺ എന്താ? ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ഡെറിവേറ്റീവ് ഒക്കെ കാണുമ്പോൾ എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് റൂൾ ആകുമ്പോൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തു, അല്ലെങ്കിൽ കോഷ്യൻ റൂൾ യൂസ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. അതേപോലെ ഇവിടെ ഇന്റഗ്രലിന്റെ ഉള്ളിലാവുമ്പോൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് അതിന്റെ സ്റ്റെപ്പ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ജനറൽ ഫോർമുല എന്താ? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മുടെ ഏതാ നമ്മൾ എടുക്കണേ? x⁻n ആണ് നമ്മളിവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയി എടുക്കണേ. e⁻−x, ഇത് ഒരു ഓർഡർ ഉണ്ടല്ലോ. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓർഡർ ഉണ്ട്. അതായത് എക്സ്പോണൻഷ്യൽ ലാസ്റ്റ് എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഫംഗ്ഷൻ ആദ്യം x⁻n എന്നുള്ള ആ ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുത്തു. പിന്നെ e⁻−x രണ്ടാമത്തെ ഫംഗ്ഷൻ ആക്കി എടുത്തു. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. e⁻−xന്റെ ഇന്റഗ്രൽ എന്താ? e⁻−x ഡിവൈഡഡ് ബൈ -1. അതായത് എക്സിന്റെ റേസ് ടു എന്താണോ ഇതിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ e⁻−x ഡിവൈഡഡ് ബൈ -1 എത്ര? വിത്തിൻ ദ ലിമിറ്റ് ഇട്ട് കൊടുക്കണ്ടേ? വിത്തിൻ ദ ലിമിറ്റ് 0 to ∞ മൈനസ്. അപ്പൊ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? x⁻n. ഫസ്റ്റ് ഫംഗ്ഷൻ x⁻n ആണ്. അപ്പൊ x⁻nന്റെ ഡെറിവേറ്റീവ് എന്താ? nx⁻n-1 ഇൻറ്റു പിന്നെ ആദ്യം എന്താവും? ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആദ്യം ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എടുത്തു, എന്നിട്ട് dx. ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിനെ അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇവിടെ എന്താ ചെയ്ത്? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ലിമിറ്റ് ഇട്ട് കൊടുത്തു, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ വരിക? നമ്മൾ ഈ എക്സ്പോണൻഷ്യലിന് ലിമിറ്റ് കൊടുത്തു. എക്സ്പോണൻഷ്യലിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക? e⁻−∞ അതേപോലെ e⁻0 വരുമ്പോൾ ആ ടേം മൊത്തമായിട്ട് എന്ത് ചെയ്തു? ക്യാൻസൽ ആയി പോയി. ബാക്കി ഇനി എന്താ ഉള്ളത്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഇന്റഗ്രൽ 0 to ∞n ഇൻറ്റു x⁻n-1 e⁻−x ഡിവൈഡഡ് ബൈ -1 dx. അപ്പൊ ഈ -1ഉം ഈ മൈനസും കൂടി എന്തായി? പ്ലസ് ആയി മാറി. അപ്പോൾ ഈ n കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ എന്നിനെ നമുക്ക് എന്ത് ചെയ്യാം? n പുറത്തെടുത്തു. അപ്പൊ n ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 0 to ∞ e⁻−x x⁻n-1 dx വന്നു. അപ്പൊ ഇതെന്താണ്? ഗാമ ഫംഗ്ഷന്റെ ജനറൽ ഫോം അല്ലേ? ഇതെന്താണ്? ഗാമ ഫംഗ്ഷന്റെ ജനറൽ ഫോം ആണ്. അപ്പൊ ജനറൽ ഫോം ആവുമ്പോ എങ്ങനെ എഴുതാ? ഗാമ n എഴുതാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഗാമ n+1 ഈക്വൽ ടു n ഇൻറ്റു ഗാമ n കിട്ടി. ഗാമ n+1 ഈക്വൽ ടു n ഇൻറ്റു ഗാമ n. ഈ ഒരു റിലേഷന്റെ പേരാണ് എന്ത്? ഈ ഒരു റിലേഷൻ ഒരു പേരുണ്ട്. ആ റിലേഷന്റെ പേരാണ് റെക്കറൻസ് റിലേഷൻ. ഇതിനെ പറയുന്ന പേരാണ് റെക്കറൻസ് റിലേഷൻ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്തത്? ഗാമ ഫംഗ്ഷൻ എന്താ? ഒരു ഫാക്ടോറിയൽ ഫംഗ്ഷൻ ആണെന്നും പറയുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അതിന്റെ ജനറൽ ഫോം കണ്ടുപിടിച്ചു. ഗാമ n ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ∞ e⁻−x x⁻n-1 dx. അതാണ് നമ്മുടെ ജനറൽ ഫോം.
അത് കഴിഞ്ഞ് നമ്മൾ n+1 എന്നുള്ള ഫോം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, റെക്കറൻസ് റിലേഷൻ കണ്ടുപിടിക്കാനാണ് ഇത് ചെയ്തത്. ഇപ്പൊ n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നിനെ ആ n-1ലുള്ള എന്നിനെ n+1 റീപ്ലേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്തു. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി, ജനറൽ ഫോമിലേക്ക് തന്നെ എത്തി. അപ്പൊ n ഇൻറ്റു ഗാമ n, ഇതാണ് നമ്മുടെ എന്ത് റെക്കറൻസ് റിലേഷൻ. റെക്കറൻസ് റിലേഷൻ, ഇതാണ് റെക്കറൻസ് റിലേഷൻ. ഓക്കെ, അപ്പൊ റെക്കറൻസ് റിലേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ റെക്കറൻസ് റിലേഷൻ ഗാമ n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, n ഇൻറ്റു ഗാമ n ആണ്. ഇനി അപ്പൊ ഇതാ ഫാക്ടോറിയൽ ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞു. ആ ഫാക്ടോറിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്നുള്ളതാണ് ഇതാ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് ഗാമ n+1 എന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കറൻസ് റിലേഷൻ നേരത്തെ കിട്ടി, എന്താണ് n ഇൻറ്റു ഗാമ n ആണ്. അപ്പൊ ഇനി ഈ ഗാമ എന്നിനെ നമുക്ക് അതേപോലെ റെക്കറൻസ് റിലേഷൻ പോലെ എഴുതിക്കൂടെ? ഗാമ എന്നിനെ എങ്ങനെ എഴുതുക? ഇത് n ഓൾറെഡി ഉണ്ട്. ഗാമ n+1നെ n ഇൻറ്റു ഗാമ n ആയി. അതായത് n+1ലുള്ള n+1 എന്തായി, ഒന്ന് കുറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് റെക്കറൻസ് റിലേഷൻ എഴുതി അല്ലേ. ഇത് n+1 ആണ് ഗാമയുടെ ഇവിടെ, അതിനെ നമ്മൾ എന്ത് എഴുതി, ഒന്ന് കുറച്ചിട്ട്, അതായത് n+1 ഒന്ന് കുറച്ചത് പറഞ്ഞ n ഇൻറ്റു ഗാമ n വന്നു. അങ്ങനെ ഈ ഗാമ n എന്താ വരിക, n എന്ന് ഒന്ന് കുറച്ചത് അല്ലേ. ഗാമ n-ന്റെ അതേപോലെ കാണാൻ, റെക്കറൻസ് റിലേഷൻ കാണാൻ എന്ത് ചെയ്തു, n എന്ന് ഒന്ന് കുറച്ചത് പറഞ്ഞ n-1. അപ്പൊ n ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, n-1 ഇൻറ്റു ഗാമ n-1. അതാണ്, അങ്ങനെ എഴുതാലോ. ഇനി ഗാമ n-1 ആദ്യം എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? ഗാമ n-1 ഇങ്ങനെ എഴുതാം. n-2 ഇൻറ്റു ഗാമ n-2 എന്ന് വരും. ഇനി അടുത്ത എന്ത് വരും, n-3 ഇൻറ്റു ഗാമ n-3. അങ്ങനെ റിപ്പീറ്റഡ്ലി പോയി എന്ത് കിട്ടും, ലാസ്റ്റ് 1 ഇൻറ്റു ഗാമ 1 കിട്ടില്ലേ, ഇല്ലേ? അങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് ടേം ഗാമ 1 ആണെന്നുള്ളത് കിട്ടി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗാമ 1ന്റെ വാല്യൂ അറിയില്ല അല്ലേ. ഗാമ 1ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കാണണം. ഗാമ 1ന്റെ വാല്യൂ കണ്ടാൽ ഏത് കൃത്യമായിട്ട് ഏത് ഫോമുല പോണേ എന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഗാമ 1ന്റെ വാല്യൂ കാണാൻ ഞാൻ പറഞ്ഞു നേരത്തെ, ജനറൽ ഫംഗ്ഷൻ ഗാമ n ഈക്വൽ ടു എന്തായിരുന്നു, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻⁻x x⁻n dx ആയിരുന്നു. അപ്പൊ x⁻⁻ എന്ന് പറഞ്ഞാൽ ഇതിൽ മാത്രമാണ് നമ്മുടെ n എന്താണോ അത് കൊടുക്കണ്ടു. അപ്പൊ എന്തായി ഇവിടെ ഗാമ 1 ആണ്, ഇത് ഗാമ n-ന് പകരം ഗാമ 1 ആണ്, n ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ഗാമ x⁻n-1 ആണ് കേട്ടോ. x⁻n-1 ആകുമ്പോ n ഇവിടെ എന്താണ്, 1 ആണ് അല്ലെ. n ഇവിടെ 1 ആണ്. അപ്പൊ എന്ത് ചെയ്തു, x⁻1 എന്തായി, x⁻0 ആയി. അപ്പൊ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻⁻x x⁻0 dx ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്താ വരിക, x⁻0 പറഞ്ഞ എന്താ, 1 ആണ്. അപ്പൊ രണ്ട് ഫംഗ്ഷൻ ഇല്ല, എന്ത് ചെയ്താ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വേണോ, വേണ്ട. ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ആവശ്യമില്ല. അപ്പൊ എന്ത് കിട്ടും, e⁻⁻x ഡിവൈഡഡ് ബൈ -1. ഇത് ഇന്റഗ്രേറ്റ് ചെയ്തു, ഇന്റഗ്രൽ ഓഫ് എക്സ്പോണൻഷ്യൽ ചെയ്തപ്പോ 0 ടു ഇൻഫിനിറ്റി കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ഉണ്ട്, ഈ -1ന്റെ ഈ മൈനസ് ഇൻറ്റു e⁻⁻∞ മൈനസ് e⁻0 അല്ലേ. അപ്പൊ എന്ത് കിട്ടി, 1 കിട്ടി ഉത്തരം. അതായത് ഇത് പോയി, ഇത് 0 ആയി പോയി, മൈനസും പോസിറ്റീവായി, e⁻0 പറഞ്ഞ എന്താണ്, 1 ആണ്. അപ്പൊ നമുക്ക് ഗാമ 1 എന്ന് പറഞ്ഞ എന്താണ്, 1 ആണ് എന്ന് കിട്ടി. ഗാമ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിട്ടി. ഓക്കെ, ഗാമ 1 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് കിട്ടി. അപ്പൊ ഗാമ 1 ഈക്വൽ ടു 1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിലേഷൻ എന്തായി മാറും, n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 എക്സെട്രാ പോയി 1 ഇൻറ്റു ഗാമ 1ന്റെ വാല്യൂ എന്താ, 1 തന്നെയാണ്. അപ്പൊ 1 ഇൻറ്റു 1 അല്ലേ, 1 ഇൻറ്റു 1 പറഞ്ഞാൽ ഇവിടെ 1 തന്നെ. അപ്പൊ നമ്മുടെ റിലേഷൻ എത്ര വരെ ഉള്ളൂ, ഇതുവരെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ റിലേഷൻ. ഇതാണ് നമുക്ക്
ലാസ്റ്റ് കിട്ടുക. അപ്പൊ ഇത് എന്ന് പറഞ്ഞ ഏകദേശം ഏതുപോലെ കിടക്കണ്? ഇപ്പൊ 3 ഫാക്ടോറിയൽ പറഞ്ഞ എന്താ? 3 × 2 × 1 അല്ലെ? കുറഞ്ഞു കുറഞ്ഞു വരും. ഇതേപോലെ തന്നെയല്ലേ ഇവിടെ ഉണ്ടായേ? n വന്നു, n ന്ന് 1 കുറഞ്ഞു, n ന്ന് 2 കുറഞ്ഞു, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ലാസ്റ്റ് 1ലേക്ക് എത്തി. 1ലല്ലേ അവസാനിച്ച്? ഏതിന്റെ ഫാക്ടോറിയൽ എടുത്താലും 6 ഫാക്ടോറിയൽ എന്താ? 6 × 5 × 4 × 3 × 2 × 1 അങ്ങനെ 1ൽ നിൽക്കണതാണ്. അപ്പൊ ഇവിടെ എന്ത് തന്നെയാണ്? 1ൽ നിന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഗാമ n + 1. ഗാമ n + 1 എന്താണ്? ഗാമ n + 1 എന്താണെന്ന് കിട്ടി? ഫാക്ടോറിയൽ ആണെന്ന് കിട്ടി അല്ലേ? ഗാമ n + 1 എന്താണ്? ഫാക്ടോറിയൽ ആണ്. ഫാക്ടോറിയൽ ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. ഇതാ. അപ്പൊ ഗാമ n + 1 = n ഫാക്ടോറിയൽ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് വന്നത്? ഗാമ ഫംഗ്ഷന് ഫാക്ടോറിയൽ ഫംഗ്ഷൻ എന്നുള്ള ഒരു പേരും കൂടി വന്നത് എന്തുകൊണ്ടാണ്? ഗാമ n + 1 = n ഫാക്ടോറിയൽ എന്ന് കിട്ടി. അത് സ്റ്റെപ്പ് മനസ്സിലായില്ലേ കിട്ടിയത്? ആ ഇനി അങ്ങനെ ഞാൻ പറഞ്ഞു നേരത്തെ ആ ഒരു റെക്കറൻസ് റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്നിന്റെയും വാല്യൂസ് കാണാൻ പറ്റും. റെക്കറൻസ് റിലേഷൻ വെച്ച് കാണുക പറഞ്ഞാൽ ഗാമ 1ന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്തു? ഓൾറെഡി കിട്ടി, 1 ആണെന്ന് കിട്ടി. അപ്പൊ ഗാമ 2 എന്താ? നമ്മുടെ റെക്കറൻസ് റിലേഷൻ എന്താ? ഗാമ n + 1 = n × ഗാമ n. ഇതാണ് നമ്മുടെ റിലേഷൻ അല്ലേ? അപ്പൊ ഗാമ 2 ആണ് കാണേണ്ടത് വെച്ചാ ഗാമ 2 ആണെങ്കിൽ ഇവിടെ എന്നിന്റെ വാല്യൂ എത്ര? n + 1 ആണ് 2 അല്ലേ? n + 1 ആണ് 2. അങ്ങനെ ഇനി n = എന്താ? 2 - 1 = 1 ആണ്. അപ്പൊ അവിടെ എന്ത് വന്നു? n × ഗാമ n അല്ലേ? n എന്താ? 1. അപ്പൊ 1 × ഗാമ 1. ഗാമ 1 എന്താ? 1 ആണ്. അപ്പൊ 1 × 1 എന്ത് കിട്ടി? 1 കിട്ടി. അപ്പൊ ഗാമ 2ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഇനി ഗാമ 3യുടെ വാല്യൂ. ഗാമ 3യുടെ വാല്യൂ എന്താ? 2 × ഗാമ 2. അതായത് 3 ആവുമ്പോ ഇതേപോലെ n + 1 ആണ് എന്ത്? 3. അപ്പൊ n = എന്ത് കിട്ടി? 2 കിട്ടി. അപ്പൊ ഗാമ 3 = 2 × ഗാമ 2 = എന്താണ്? 2 × 1 ആണ്. അതായത് 2 ഇവിടെ 2 ഉണ്ട്. ഗാമ 2ന്റെ വാല്യൂ നമുക്ക് ഇവിടെ നേരത്തെ കിട്ടി 1 ആണ്. അപ്പൊ 2 × 1 = 2. അതാണ് ഗാമ 3യുടെ വാല്യൂ. ഗാമ 4 കാണാൻ വയ്ക്കുവോ? ഗാമ 4ന്റെ വാല്യൂ കാണാൻ വയ്ക്കുവോ? ഗാമ 4ന്റെ വാല്യൂ എങ്ങനെ കാണുക? എങ്ങനെ കാണും? ഗാമ 4ന്റെ വാല്യൂ എങ്ങനെ കാണുക? അതായത് 3 × ഗാമ 3 = 3 × ഗാമ 3 എന്ത് കിട്ടും? 3 × 2 = 6 എന്ന് കിട്ടും. അങ്ങനെയാണ് ഗാമ 4 കാണുക. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇത് റിലേറ്റഡ് ആയിട്ട് ചെയ്തു നോക്കാം. ഷോ ദാറ്റ് നമുക്ക് ഷോ ചെയ്യേണ്ടത് എന്താണ്? ഗാമ n = n - 1 × ഗാമ n - 1 ആണ് എന്നുള്ളത് ഷോ ചെയ്യണം. അപ്പൊ ഇത് ഏകദേശം ഏത് റിലേഷൻ വെച്ചിട്ടാ കിടക്കണേ? ഏത് റിലേഷൻ അത് കിടക്കണേ? റെക്കറൻസ് റിലേഷൻ ആണ് ഇത് കിടക്കണത്. ഇത് ഗാമ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെക്കറൻസ് റിലേഷൻ പോലെയാണ് ഇത് കിടക്കണത് അല്ലേ? ഗാമ n + 1 = n × ഗാമ n ഉള്ള റിലേഷനിലാണ് ഇത് കിടക്കണത്. അപ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ബൈ യൂസിങ് റെക്കറൻസ് റിലേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഗാമ n + 1 = n ഗാമ n ആണ്. അപ്പൊ അല്ലേ n എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ലെറ്റ് n = n - 1. n എന്താണ്? n - 1 ആണെന്ന് കൊടുത്തു. അതായത് ഏത് n? en = -1 ആണ്. n - 1 ആണെന്ന് കൊടുത്തു. ആ n = n - 1 ആണെങ്കിൽ അതായത് ഈ n = n - 1 ആണെങ്കിൽ ഗാമ n = എന്താ വരിക? n - 1 × ഗാമ n - 1 കിട്ടിയില്ലേ? അത് അത്രയുള്ളൂ. അത് റെക്കറൻസ് റിലേഷൻ ഒന്നുകൂടി ഓർക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയൊരു പ്രോബ്ലം ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഗാമ 0. ഇപ്പൊ നമ്മൾ ഗാമ 1 ഗാമ 2 അങ്ങനെയുള്ളതൊക്കെ കാണാനുള്ളത് പഠിച്ചു. ഇത് ഗാമ ഹാഫ്, ഗാമ 3/2 അങ്ങനെയുള്ളതൊക്കെ കാണാൻ പഠിച്ചു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പുറത്തേക്ക് എന്തുണ്ട്?
ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീറോ തൊട്ടിട്ട് അങ്ങോട്ടുള്ളത് മാത്രമാണ്, അല്ല എന്തുണ്ട്, നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതുകൂടി കൺസിഡർ ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? റെക്കറൻസിലേഷൻ എഴുതി. ഗാമ എൻ പ്ലസ് 1 ഈക്വൽ ടു എൻ ഇൻറ്റു ഗാമ എൻ. അതാണ് നമ്മുടെ എന്ത്? റെക്കറൻസ് റിലേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗാമ സീറോ നമുക്ക് കാണണം. ഗാമ സീറോ കാണണമെങ്കിൽ ഈ റിലേഷൻ വെച്ചിട്ടാണെങ്കിൽ ഗാമ സീറോ എന്ന് പറഞ്ഞ എൻ എന്ന് പറഞ്ഞാൽ -1 ആണ് വരിക അല്ലേ? ഇത് ഗാമ സീറോ കാണണമെങ്കിൽ എൻ ഈക്വൽ ടു -1 ആണ്. -1ന്റെ വാല്യൂ നമുക്ക് അറിയോ? അറിയില്ല. -1ന്റെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അറിയണ വാല്യൂ വെച്ച് ചെയ്യണം. ഗാമ 1 അറിയില്ലേ? സീറോ ആണെന്നുണ്ടെങ്കിൽ അതിന് അടുത്തുള്ള രണ്ട് വാല്യൂസ് ഏതൊക്കെയാണ്? ഒന്ന് 1ന്റെ വാല്യൂ ഉണ്ട്, ഗാമ 1 ഉണ്ട്. അല്ലെങ്കിൽ എന്തുണ്ട്? ഗാമ -1 ഉണ്ട്. ഗാമ 1 ഉണ്ട്, ഗാമ -1 ഉണ്ട്. ഇത് ഏത് വാല്യൂ നമുക്കറിയാം? നമുക്ക് അറിയണ വാല്യൂ ഏതാ? ഗാമ 1 അല്ലേ? ഗാമ 1 ആണ് നമുക്ക് അറിയണ വാല്യൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഗാമ 1 വെച്ച് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ റെക്കറൻസ് റിലേഷൻ മോഡിഫൈ ചെയ്ത് എഴുതിയത് ഗാമ എൻ കാണണം എന്നുണ്ടെങ്കിൽ ഗാമ എൻ പ്ലസ് 1 ഡിവൈഡർ ബൈ എൻ എന്നുള്ള ഫോമിലേക്ക് ആക്കി. ഗാമ എൻ ഈക്വൽ ടു ഗാമ എൻ പ്ലസ് 1 ഡിവൈഡർ ബൈ എൻ എന്നുള്ള ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം? ഗാമ സീറോ ആണല്ലോ നമുക്ക് കാണേണ്ടത്. അപ്പോ ഗാമ സീറോ ഈക്വൽ ടു ഗാമ സീറോ പ്ലസ് 1 ഡിവൈഡർ ബൈ സീറോ എന്നുള്ളതല്ലേ? ഡിവൈഡർ ബൈ സീറോ എന്ന് കിട്ടും. അപ്പോ ഗാമ സീറോ ഈക്വൽ ടു ഗാമ 1 ഡിവൈഡർ ബൈ സീറോ. ഗാമ 1 എന്താണ്? 1 ആണ്. അപ്പൊ 1/0 എന്താ? ഇൻഫിനിറ്റി ആണ്. 1/0 ഇൻഫിനിറ്റി ആണ്. ഇനി ഗാമ -1 കാണാം. ഗാമ -1 കാണാൻ ഇതേപോലെ എന്ത് ചെയ്തു? ഗാമ -1 ഈക്വൽ ടു ഗാമ -1 പ്ലസ് 1 അല്ലേ? ഗാമ -1 പ്ലസ് 1 ഗാമ -1 ഈക്വൽ ടു ഗാമ -1 പ്ലസ് 1 ഡിവൈഡർ ബൈ -1. -1 പ്ലസ് 1 എന്താ? സീറോ ആണ്. അപ്പൊ ഗാമ സീറോ വാല്യൂ നമുക്ക് കിട്ടിയില്ലോ, ഇൻഫിനിറ്റി. അപ്പൊ ഇൻഫിനിറ്റി ബൈ -1, ഇൻഫിനിറ്റി എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പൊ അതേപോലെ ഗാമ -2 കാണുമ്പോൾ എന്താ വരിക? ഇൻഫിനിറ്റി ആണ് വരിക. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇവിടുന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എല്ലാ നെഗറ്റീവ് വാല്യൂസും സിമിലർലി ഗാമ ഫങ്ഷൻസ് ഓഫ് all negative integrals are infinity, that is indeterminate. ഗാമ ഫങ്ഷൻസ് ഒക്കെ എന്താണ്? ഈ നെഗറ്റീവ് വാല്യൂസിന്റെ ഗാമ ഫങ്ഷൻസ് എല്ലാം എന്താണ്? ഇൻഫിനിറ്റി ആണ്. അതായത് എന്താണ്? നമുക്ക് ഡിറ്റർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതില് നെഗറ്റീവ് നമ്പേഴ്സിൽ കിടക്കുന്നത്. ഇനി അടുത്ത എന്താണ്? ഇവാലുവേഷൻ ഓഫ് ഗാമ ഹാഫ്. ഗാമ ഹാഫിന്റെ ഇവാലുവേഷൻ ആണ് നമ്മൾ അടുത്തത് കാണാൻ പോണത്. ഗാമ ഹാഫിന്റെ ഇവാലുവേഷൻ അത് ഇമ്പോർട്ടന്റ് ആയൊരു ഇതാണ്. അതായത് ഗാമ ഹാഫ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പല വാല്യൂസും കാണാൻ പറ്റുള്ളൂ. ഇത് ഗാമ 3/2, ഗാമ അതേപോലെ 5/2, അങ്ങനെയുള്ള എല്ലാതും കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ഫ്രാക്ഷന്റെ ഒരു വാല്യൂ അറിയണം. അതിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു വാല്യൂ. ഇപ്പൊ നമ്മൾ നേരത്തെ ഗാമ 2 കാണണമെങ്കിൽ ഗാമ 1 അറിയണം, അങ്ങനെ പറഞ്ഞില്ലേ? അതേപോലെ ഗാമ ഹാഫ് കാണണമെങ്കിൽ അല്ല ഗാമ 3/2 അങ്ങനെ ഏത് ഫ്രാക്ഷൻ കാണണം? 7/2 അല്ലെങ്കിൽ ഏതാ 8/2 എന്ന് പറഞ്ഞാൽ 4 തന്നെയുള്ളു. അങ്ങനെയുള്ളതല്ല, ഫ്രാക്ഷൻ ആയി കിടക്കണം. 7/2, 11/2 അങ്ങനെ കിടക്കണ എല്ലാ ഫ്രാക്ഷനെയും കാണാൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയി വേണ്ട ഒരു ഇതാണ് ഗാമ ഹാഫ്. ഗാമ ഹാഫിന്റെ വാല്യൂ നമ്മൾ കാണാതെ പഠിക്കണം. പക്ഷെ അതെങ്ങനെയാ കിട്ടുക എന്നുള്ളത് അറിഞ്ഞാലല്ലേ നമുക്ക് അഥവാ ഗാമ ഹാഫിന്റെ വാല്യൂ കിട്ടാഞ്ഞാലും എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണമല്ലോ. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഗാമ ഹാഫിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഗാമ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ എൻ ഈക്വൽ ടു എന്താണ്? ജനറൽ ഫംഗ്ഷൻ എന്താ? ഗാമ എന്നിന്റെ ജനറൽ ഫംഗ്ഷൻ ഇന്റഗ്രൽ 0 to infinity e raised to -x x raised to n-1 dx അല്ലെ? ഇതാണ് നമ്മുടെ എന്ത്? ഗാമ ഹാഫിന്റെ ജനറൽ ഫംഗ്ഷൻ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഗാമ ഹാഫാ വേണ്ടത്. അപ്പൊ സാധാരണത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യും? എന്നിന് ഹാഫ് ഇട്ട് കൊടുക്കും. എന്നിന് ഹാഫ് ഇട്ട് കൊടുക്കുമ്പോ ഹാഫ് ഇ റേസ് ടു അല്ല കേട്ടോ, ഇ റേസ് ടു -x
ഇവിടെ എക്സ് റേസ് ടു തന്നെയാണ്. എക്സ് റേസ് ടു ഹാഫ് മൈനസ് 1 വരും. അതേപോലെ ഇവിടെ എന്ത് വരും? എക്സ് റേസ് ടു ഹാഫ് മൈനസ് അതായത് എക്സ് റേസ് ടു മൈനസ് ഹാഫ് ഡി എക്സ്. അപ്പോൾ ഈ മെത്തേഡ് എന്താണ്? പോസിബിൾ അല്ല. ഈ മെത്തേഡിൽ നമുക്ക് പിന്നെയും എന്ത് ചെയ്തു? ഈ ഇത് വന്നുകൊണ്ടേയിരിക്കും. ഈ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിന് വേറൊരു മെത്തേഡാണ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. വേറെ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എറർ ഉണ്ട്. ഇത് എക്സ് ആണ്, അത് ഈന്ന് എഴുതിയത്, അത് എക്സ് ആണ് കേട്ടോ. അപ്പൊ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പകരം എന്ത് ചെയ്യും? നമ്മള് വേറെ മെത്തേഡിക്ക് പോവാണ്. വേറെ മെത്തേഡിക്ക് പോണ സമയത്ത് നമ്മുടെ ജനറൽ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ജനറൽ ഫംഗ്ഷനിൽ എക്സ് ഉണ്ട് അല്ലേ? ജനറൽ ഫംഗ്ഷനിൽ എന്തുണ്ട്? എക്സ് ഉണ്ട്. ഇതാ ജനറൽ ഫംഗ്ഷനിൽ ഒരു എക്സ് ഉണ്ട്. ആ എക്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വേറൊരു വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വേറൊരു വെച്ച് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞൊരു വാല്യൂ വെച്ച് എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പൊ ഡി എക്സ് എന്താ വരിക? അത് ഈ ഡി എക്സും കൂടി വേണമല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഡി എക്സ് ഈക്വൽ ടു എന്താവും? ഡെറിവേറ്റീവ് എങ്ങനെ കാണുക? 2y dy അല്ലേ? അപ്പോൾ ഡി എക്സ് എന്തായി? 2y dy ആയി. അപ്പോൾ എക്സിന്റെ ഇത് നമ്മള് വൈ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ലിമിറ്റും എന്ത് ചെയ്യണം? എക്സിന്റെ ലിമിറ്റ് ഇതൊക്കെ ഡി എക്സ് ആവുമ്പോൾ എന്താണ്? എക്സിന്റെ ലിമിറ്റ് ആണ് ഈ 0 to ഇൻഫിനിറ്റി അല്ലേ? അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വൈയിലേക്ക് കൺവേർട്ട് ചെയ്യണം. വൈയിലേക്ക് കൺവേർട്ട് എക്സ് 0 ആവുമ്പോൾ എന്താണ്? എക്സ് 0 ആണെങ്കിൽ വൈ സ്ക്വയർ എന്താ? 0. എക്സ് ഇൻഫിനിറ്റി ആണെങ്കിൽ വൈ സ്ക്വയർ എന്താ? ഇൻഫിനിറ്റി. അപ്പൊ വൈ എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പൊ ലിമിറ്റ് എന്ത് ചെയ്യണില്ല? മാറണില്ല. ലിമിറ്റ് മാറണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇനി അപ്പൊ നമ്മളിപ്പോ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ എന്ത് ചെയ്തു? ആ ജനറൽ ഫോമിൽ കൊടുക്കണം. ഇത് ഗാമ എൻ ഈക്വൽ ടു എന്തായിരുന്നു? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഡി എക്സ് അതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എക്സിന് വരെ എന്ത് ചെയ്തു? വൈ സ്ക്വയർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് അല്ലേ? അപ്പൊ എക്സിന്റെ അവിടെ വൈ സ്ക്വയർ വന്നു. അതിന് ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ എന്ന് വന്നു. പിന്നെ ഇവിടെ എന്താണ്? എക്സ് ആണ്. അപ്പൊ എക്സിന് പകരം വൈ സ്ക്വയർ ആണ്. അപ്പൊ വൈ സ്ക്വയർ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡി എക്സ് എന്തായി മാറി? 2y dy ആയി മാറി. ലിമിറ്റ് 0 to ഇൻഫിനിറ്റി തന്നെ. അപ്പൊ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ 2 കോൺസ്റ്റന്റ് ആണല്ലോ. 2 നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. അപ്പൊ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ വൈ റേസ് ടു ഈ 2n മൈനസ് 1 എന്നുള്ള എന്തായി? 2n മൈനസ് 2 എന്നുള്ളതായി. പിന്നെ ഇവിടെ എന്തുണ്ട്? വൈ റേസ് ടു 1 ഉണ്ട്. അപ്പോ -2 + 1 ആയി. -2 + 1 എന്താ? -1 ആണ്. അപ്പൊ അതിനെ കമ്പൈൻ ചെയ്ത് വൈ റേസ് ടു 2n മൈനസ് 1 dy എന്നായി എഴുതി അല്ലേ? വൈ റേസ് ടു. അപ്പൊ ഈ സ്റ്റെപ്പ് മനസ്സിലായോ? എന്ത് ചെയ്തു? ഈ റേസ് ടു മൈനസ് വൈ സ്ക്വയർ അതേപോലെ എഴുതി. വൈ റേസ് ടു 2n മൈനസ് 2 എന്നാണ്. ഈ 2 കോമൺ ആണല്ലോ. 2 രണ്ടിനും കൂടി ഉള്ളതാണ്. അപ്പൊ 2 ഇൻറ്റു n മൈനസ് 1 എന്നുള്ള ഫോമിലല്ലേ? അപ്പൊ 2n മൈനസ് 2 എന്ന് വന്നു. പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു വൈ ഉണ്ട്. ഈ വൈ പറഞ്ഞ വൈ റേസ് ടു 1 ആണ്. അപ്പൊ എന്ത് ചെയ്തു? അതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ വൈ റേസ് ടു 2n മൈനസ് 2 പ്ലസ് 1 എന്ന് വരും. അപ്പൊ എന്ത് ചെയ്തു? 2n മൈനസ് 1 ആയി. അങ്ങനെ നമുക്ക് ഈ ഫോമിൽ കിട്ടി. 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ വൈ റേസ് ടു 2n മൈനസ് 1 dy എന്നുള്ള ഇത് കിട്ടി. ഇനി എന്താ അടുത്തത്? ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഹാഫ് ആണ്. അപ്പൊ നമ്മൾ ഗാമ എൻ ആ വേണ്ടത്. ഇനി എന്നിന് നമ്മൾ എന്ത് കൊടുത്തു? ഹാഫ് കൊടുത്തു. പുട്ട് n ഈക്വൽ ടു ഹാഫ്. അപ്പൊ ഗാമ ഹാഫ് ഈക്വൽ ടു എന്ത് കിട്ടി? 2 ഇൻറ്റു 2 ഉണ്ട് ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട്. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ. ഇതിൽ n ഉണ്ടോ? ഇല്ല. അപ്പൊ ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ തന്നെ കൊടുത്തു. വൈ റേസ് ടു 2n മൈനസ് 1ന്റെ അവിടെ എന്നിന് ഹാഫ് കൊടുത്താൽ എന്ത് ചെയ്യും? 2 ഇൻറ്റു 1/2 മൈനസ് 1 വരും. അപ്പൊ ഈ 2 ഉം 2 ഉം പോയി. ബാക്കി 1 മൈനസ് 1 എന്തായി? 0 ആയി മാറും. അപ്പൊ വൈ റേസ് ടു 0 dy എന്നായി. വൈ റേസ് ടു 0 എന്താ?
y റേസ് ടു 0 എന്താ 1 ആണ് അല്ലേ? y റേസ് ടു 0 1 ആണ്. അപ്പോ അടുത്തത് എന്ത് കിട്ടി? y റേസ് ടു 0 1 ആണെങ്കിൽ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് y സ്ക്വയർ dy എന്ന് കിട്ടി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? I1 എന്ന് ഡിനോട്ട് ചെയ്യണം. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ്. ഇതിനെന്ത് ചെയ്തു? I1 എന്ന് ഡിനോട്ട് ചെയ്തു. ഇതിനെ I1 എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പൊ ഈ I1നോട് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ജനറൽ ആയ നമ്മുടെ ആ ഇക്വേഷനിൽ നമ്മൾ ഈ y സ്ക്വയറിനെ എന്ത് ചെയ്തു? yനെ x ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്യണം. ഇത് വേറൊരു ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിക്ക് കിട്ടണമല്ലോ ഒരു അസംഷൻ. അടുത്ത അസംഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ? അതിനെ അടുത്ത ഒരു അതേപോലെ വേറൊരു I1 എടുത്തു. I1നെ എടുക്കണം. അപ്പൊ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് നടത്തുന്നത്. നേരത്തെ ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ഡി വൈ ആയിരുന്നു. ഇത് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പൊ അങ്ങനെ ഈ രണ്ട് I1 ഉണ്ട്. അപ്പൊ ഈ രണ്ട് സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യം നമുക്ക് ഡയറക്ട്ലി കിട്ടി. പിന്നെ ഒന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു I1 എക്സ്ട്രാ എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. ഒരു I1 അസ്യൂം ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യുക വെച്ചാൽ ഇപ്പൊ കിട്ടിയ ആ 2ഉം 3ഉം ഇത് I1 ഉണ്ടല്ലോ, I1 രണ്ടെണ്ണം നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പൊ ഇൻട്രൊഡ്യൂസ് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ എന്താ? ആറും തീറ്റയും ഫൈയും ഒക്കെ ഉള്ള ആൾക്കാരാണ് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ്. അപ്പൊ പോളാർ കോർഡിനേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 6 വേണം, തീറ്റ വേണം, 5 വേണം. അപ്പൊ ഇവിടെ നമുക്ക് 6 കിട്ടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. എന്ത് ചെയ്യണം? എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 6 കിട്ടുള്ളൂ. ഇത് ആർ സ്ക്വയർ ഈക്വൽ ടു എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് 6. ആർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആ രണ്ട് ഇക്വേഷനെ ഫസ്റ്റ് കിട്ടിയ I1 സാധാരണ ഡയറക്ട്ലി കിട്ടിയ ഇക്വേഷനും അതേപോലെ I1 മറ്റേ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ I1 സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ്. തൽക്കാലം നമ്മൾ ആ 2നെ എടുക്കുന്നില്ല. 2 എന്ത് ചെയ്തു? അവിടെ മാറ്റി വെച്ചു. ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2നെ കോൺസ്റ്റന്റ് ആണല്ലോ, അപ്പൊ അതിനെ മാറ്റി വെച്ചു. അപ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ. അങ്ങനെ അതിന് രണ്ടിനും കൂടി എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇന്റഗ്രലൊക്കെ എടുത്തു. ഇ റേസ് ടു എന്താണ്? കോമൺ ആയുള്ള എക്സ് സ്ക്വയറും വൈ സ്ക്വയറും എന്ത് ചെയ്തു? കോമൺ ആയി എടുത്തു. ഡി എക്സ് ഡി വൈ. എക്സ് ആൻഡ് വൈ എവിടെ വാരി ചെയ്യുള്ളൂ? ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വാരി ചെയ്യുള്ളൂ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡ്യൂസിങ് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇന്റർവെൽ ഇൻ ഫസ്റ്റ് ക്വാർട്ടറിൽ. ഫസ്റ്റ് ക്വാർട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇവാലുവേറ്റ് ചെയ്യണം. നമുക്കറിയാം പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിൽ എക്സ് ഈക്വൽ ടു എന്താണ്? ആർ കോസ് തീറ്റ ആണ്. എക്സ് ഈക്വൽ ടു എന്താണ്? ആർ കോസ് തീറ്റ. വൈ ഈക്വൽ ടു എന്താണ്? വൈ ഈക്വൽ ടു എന്താണ്? ആർ സൈൻ തീറ്റ. ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. മൂന്നും ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡി എക്സ് ഡി വൈ എന്താ ഇപ്പൊ വരിക? ആർ ഡി ആർ ഡി തീറ്റ. ആർ ഡി ആർ ഡി തീറ്റ ആണ് എന്ത്? ഡി എക്സ് ഡി വൈ. ഡി എക്സ് ഡി വൈ ആർ ഡി ആർ ഡി തീറ്റ ആണ്. ഇനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ കിട്ടിയ കാര്യങ്ങളൊക്കെ എന്തിലിട്ട് കൊടുക്കാം? ഇതിലിട്ട് കൊടുക്കുക. ഡി എക്സ് ഡി വൈ എന്താകുമ്പോ എന്താവും? ഡി വൈ ഡി എക്സ് ഡി വൈ ഡി ആറും ഡി തീറ്റ ആവുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ലിമിറ്റ് മാറും. രണ്ട് ഇന്റഗ്രൽ ഉണ്ട് ഓൾറെഡി. ആ രണ്ട് ഇന്റഗ്രലിൽ ഒന്ന് ഡി ആറിന്റെ ഒന്ന് ഡി തീറ്റ ആയി മാറും. നേരത്തെ ഒന്ന് എക്സിന്റെ ഒന്ന് വൈൻ്റെ ആയിരുന്നു. ഇപ്പൊ ഡി ആറിന്റെയും ഡി തീറ്റ ആവും. അപ്പൊ ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ടു ഇൻഫിനിറ്റി വരെ എന്ത് ചെയ്യാം? ആറിന്റെ വാരി ചെയ്യാം. പക്ഷെ തീറ്റ ഫസ്റ്റ് ക്വാർട്ടറിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ടു പൈ ബൈ 2. ഇത് 0 ടു 90 മാത്രമേ വാരി ചെയ്യുള്ളൂ. അപ്പൊ 0 ടു പൈ ബൈ 2 ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു. അപ്പൊ ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ എന്ന് വന്നു അല്ലെ? എന്നിട്ട് പിന്നെ എന്തുണ്ട്? ഡി എക്സ് ഡി വൈ പറഞ്ഞ ആർ ഡി ആർ ഡി തീറ്റ ആണ്. അപ്പൊ ഇവിടെ ഒരു ആറും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇത് എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 എന്ന് പറയുന്നത് ഡി തീറ്റയെ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഡി തീറ്റയെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അത് ഡി തീറ്റയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണോണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഡി തീറ്റയുടെ മാത്രം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പൊ ഡി തീറ്റ മാത്രം കണ്ട് ഇട്ട് കൊടുക്കുമ്പോ എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 to π/2 d തീറ്റ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻r² r എന്ന് വന്നു അല്ലെ? e⁻r² r എന്നുള്ളത് വന്നു. അപ്പൊ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താവും? ഡി തീറ്റ പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്ത തീറ്റ, അതായത് തീറ്റ π/2 - 1 എന്ന് പറഞ്ഞു ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ π/2 മാത്രം വരും. π/2 - 0. അപ്പൊ ഇവിടെ π/2 വന്നു. ബാക്കിയുള്ളത് അങ്ങനെ എടുത്തെഴുതി. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻r² r. ഇവിടെ പിന്നെയും നമുക്ക് എന്താണ്, നമ്മുടെ ഇക്വേഷനിൽ ജനറലിക്ക് e⁻x അങ്ങനെ ഒരു പവർ ഇല്ലാത്തൊരു ടേമാണ് കിടക്കണം അല്ലെ? പവർ ഇല്ലാത്ത ടേമാണ്, പക്ഷെ ഇവിടെ പവറുള്ള ടേമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു അസംഷൻ, അതായത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കണം. ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കാൻ ഈ r², നമ്മുടെ ജനറൽ ടേമിൽ പവർ ഇല്ലാത്ത ടേം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? r² t എന്ന് കൊടുക്കുകയാണ്. അപ്പൊ r² = t ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എന്താവും? r = 0 ആണെങ്കിൽ t = 0 ആവും. അതേപോലെ 2r dr, 2r r² t ആവുമ്പോൾ r 0 ആണെങ്കിൽ t 0. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡി ടി കാണണം. ഡി ടി = എന്താണ്? 2r dr, dt = 2r dr. r ഇൻഫിനിറ്റി ആവുമ്പോൾ ടി യു ഇൻഫിനിറ്റി. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. r² ആണ് എന്ത്? ടി. അപ്പൊ ഈ r എന്താവും? അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. r-നെ നമ്മൾ എന്ത് ചെയ്യണം? അതായത് dt = 2r dr ആണ്. അപ്പൊ ഇവിടെ r dr കിടക്കുന്നുണ്ട്, ഒരു 2 മാത്രമേ എന്തുള്ളൂ? കൂടുതലുള്ളൂ. അപ്പൊ r dr = dt/2, അതായത് ഈ 2 ഇങ്ങോട്ട് വരും. അപ്പൊ r dr = dt/2. അപ്പൊ നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം അല്ലെ? റീപ്ലേസ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻r² ആയിരുന്നു, അതെന്തായി? r² t ആവുകൊണ്ട് e⁻t എന്നായി. പിന്നെ ഈ r dr എന്തായി? dt/2 ആയി. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? dt/2 = ഈ 1/2 പുറത്തെടുത്തൂടെ? dt/2ലുള്ള 1/2 പുറത്തെടുത്തൂടെ? അതാണ് ഈ 1/2. അപ്പൊ 1/2 e⁻t നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ e⁻t /-1 വിത്തിൻ ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. അതായത് t r = 0 ആവുമ്പോൾ t യും 0 ആണ്, r = ഇൻഫിനിറ്റി ആവുമ്പോൾ t യും ഇൻഫിനിറ്റി ആണ്. അപ്പൊ നമ്മളത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ മൈനസ് ഉണ്ട്, -1ത്തെ -1/2 എന്നായി. പിന്നെ എന്തുണ്ട്? e⁻t ആണ്, ഇത് -0 അങ്ങനെയുള്ളത് വരുന്നതുകൊണ്ട് -1 വരും. അപ്പൊ ആ മൈനസ് മൈനസ് എന്തായി? ഹാഫ് ആയി മാറി. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടി. ഇത് i1² = π/2 ഇൻറ്റു ആ ഇന്റഗ്രൽ എന്നായിരുന്നു. π/2 ഇൻറ്റു ഈ ഇന്റഗ്രൽ എന്നായിരുന്നു. അപ്പൊ ഈ π/2 നമ്മൾ നേരത്തെ എടുത്തിട്ടില്ലേ? അപ്പൊ 1/2ന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഇട്ടു. അപ്പൊ π/2 ഇൻറ്റു 1/2 = എന്ത് കിട്ടും? 2 ഇൻറ്റു 1/2 എന്ത് കിട്ടും? π/4 കിട്ടും. ഇനി π/2 ഇൻറ്റു 1/2 എന്ത് കിട്ടി? π/4 കിട്ടി. അപ്പൊ i1² ആണ് എന്ത് കിട്ടിയേ? π/4 കിട്ടി. അപ്പൊ i1 എന്ത് വരും? ഇതിന്റെ റൂട്ട് i1 = ഇതിന്റെ റൂട്ട്, അതായത് √π/4 = √π/2. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? ആ i1 എടുക്കുന്ന സമയത്ത് ഒരു 2 ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? കൺസിഡർ ചെയ്തിട്ടില്ല. ഇത് 2i1 എന്നുണ്ടായിരുന്നു. γ12 എന്തായിരുന്നു? 2i1 ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? 2 ഇൻറ്റു π/2/2 എന്ന് വരില്ലേ? അപ്പൊ γ12 എന്ത് കിട്ടി? √π എന്ന് കിട്ടി. γ12 √π. അതാണ് നമ്മുടെ ലാസ്റ്റ് നമുക്ക് γ12ന്റെ വാല്യൂ കിട്ടണം. എന്താണ്? √π. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി, അതായത് i1 എടുക്കണത് ഓർക്കണം. അതേപോലെ ഈ ഒരു ഇന്റഗ്രൽ ഓർക്കണം. അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്?
ഓർക്കാനുള്ളതുണ്ട്. ലാസ്റ്റ് നമുക്ക് എന്തേ വേണ്ടു? ലാസ്റ്റ് വേണ്ടത് ആ ഗാമ ഹാഫ് എന്ന് പറഞ്ഞ റൂട്ട് പൈ ആണ് എന്നുള്ളത് അറിയേ വേണ്ടു. പക്ഷെ അഥവാ നമ്മൾ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും ഓർക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഇതെല്ലാം ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഗാമ ഹാഫ് എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇവാലുവേഷൻ. ഇത് ജനറൽ ഇതെന്ന് വച്ച് തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കാണാൻ പറ്റില്ല പറഞ്ഞ് എന്ത് ചെയ്തു, കുറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്ത് ലാസ്റ്റ് I1 എടുത്തു. പിന്നെ I1 വേറൊരു കമ്പയർ ചെയ്യാൻ വേണ്ടി, ഇത് പോളാർ കോർഡിനേറ്റ്സ് എടുക്കാൻ വേണ്ടി ആദ്യം കമ്പയർ ചെയ്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, വാരി ചെയ്യണം. ഇത് എക്സും വൈയും വാരി ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് എന്ന് കൺസിഡർ ചെയ്ത് ആ പോളാർ വാല്യൂസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, r²= t, r അങ്ങനെ ആ ഒരു വാല്യൂ കണ്ടുപിടിച്ച് ലാസ്റ്റ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടണതാണ് നമ്മുടെ എന്ത്, ഗാമ ഹാഫ് =√π. അപ്പൊ ഇതില് ഓർത്തിരിക്കേണ്ടത് ഇതാണ്. ഓർത്തിരിക്കേണ്ട കാര്യം ഗാമ ഹാഫ് =√π. ഇത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്, ഗാമ ഹാഫ് =√π. ഇതെന്താണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗാമ ഹാഫിന്റെ വാല്യൂ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എന്ത് ചെയ്യണം, പറയണം. ഇനി ഇനി അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അത് വെച്ചിട്ട്. അപ്പൊ അത് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാ പറയുമ്പോ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഗാമ -½ കാണണം, ഗാമ -3/2 കാണണം, ഗാമ -5/2 കാണണം, 3/2. അതേപോലെ പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രാക്ഷന്റെ കാണാം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഗാമ ഹാഫ് π/2, ഇത് √π ആണെന്നുള്ള പറയാം. π/2 അല്ല, ഗാമ ഹാഫ് √π ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. എങ്ങനെ, റെക്കറൻസ് റിലേഷൻ വെച്ച്. റെക്കറൻസ് റിലേഷൻ എന്താ, ഗാമ n+1 = n ഗാമ n. അതാണ് നമ്മുടെ റെക്കറൻസ് റിലേഷൻ. എന്താണ്, ഗാമ n+1 = n ഗാമ n. പിന്നെ നമുക്ക് ഇപ്പൊ പഠിച്ചത് എന്താണ്, ഗാമ ഹാഫിന്റെ വാല്യൂ എന്താ, √π. ഗാമ ഹാഫിന്റെ വാല്യൂ √π. പിന്നെ അതേപോലെ വേറെ എന്ത് പഠിച്ചു, നെഗറ്റീവ് വാല്യൂസ്, എല്ലാ ഇന്റഗ്രൽസ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ വാല്യൂസ് ഒക്കെ എന്താണ്, ഇൻഫിനിറ്റി ആണെന്ന് പഠിച്ചു. അത് പറഞ്ഞ ഫ്രാക്ഷന്റെ ഇൻഫിനിറ്റി ആണെന്നല്ല, ഇൻറ്റീജേഴ്സിന്റെ മാത്രം. ഓക്കെ, ഇൻറ്റീജേഴ്സിന്റെ മാത്രമാണ്, അത് ഓർക്കണം. പിന്നെ ഇൻറ്റീജേഴ്സിന്റെ മാത്രം. അപ്പൊ ഗാമ -½ കാണും. നമ്മൾ നേരത്തെ എന്താ കാട്ടി, റെക്കറൻസ് റിലേഷനില് ഇത് നമുക്ക് തൊട്ടറിയണ വാല്യൂ, ഇത് 0 ആകുമ്പോൾ അതിന്റെ തൊട്ടറിയണ വാല്യൂ കിട്ടും. അതേപോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അറിയണ വാല്യൂ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഇത് ഗാമ n+1/n എന്നുള്ള ആ ഫോമിൽ എടുത്തു. ആ ഫോമിൽ എടുക്കുമ്പോൾ ഗാമ -½ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്, -½ ആണ്. അപ്പൊ ഗാമ -½ +1 ഡിവൈഡഡ് ബൈ -½ അപ്പൊ -½ +1 എന്താ, 1 - ½ എന്താണ്, ഹാഫ് ആണ്. പിന്നെ ഈ താഴത്തെ -1/2 അങ്ങോട്ട് പോകുമ്പോ എന്താവും, × -2 ആവും. അപ്പൊ ഗാമ ഹാഫ് × -2, അതിനെന്താ ഉത്തരം കിട്ടുക, ഗാമ ഹാഫിന്റെ വാല്യൂ എന്താ, √π ആണ്. ഗാമ ഹാഫിന്റെ വാല്യൂ √π ആണ്. അപ്പൊ എന്ത് കിട്ടും, അപ്പൊ എന്താ കിട്ടുക, ഗാമ ഹാഫിന്റെ വാല്യൂ √π ആണ്. അപ്പൊ -2 × √π എന്ത് കിട്ടി, -2 √π. അതാണ് എന്ത്, ഗാമ -½ വാല്യൂ. നമുക്കിപ്പോ എന്ത് ചെയ്യണ്ട, ഇന്റഗ്രേഷനോ ഒന്നും വേണ്ട, എന്ത് ചെയ്തു, ഡയറക്റ്റ് കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗാമ ഹാഫിന്റെ വാല്യൂ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗാമ ഹാഫിന്റെ വാല്യൂക്ക് പകരം ഗാമ -½ ഇതേപോലെ ഇന്റഗ്രേഷൻ ഒക്കെ വെച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അതിനേക്കാൾ എളുപ്പമല്ലേ ഇത്. അപ്പൊ ഗാമ -½ -2 √π എന്ന് കിട്ടി. ഇനി അതേപോലെ ഗാമ -3/2 കാണാം. ഗാമ -3/2 കാണാൻ എന്ത് ചെയ്യണം, ഇതേപോലെ എന്ത് ചെയ്തു, റെക്കറൻസ് റിലേഷൻ. നമ്മുടെ റെക്കറൻസ് റിലേഷൻ എന്താ, നമ്മുടെ
ഗാമ n+1 ഈക്വൽ ടു n ഗാമ n അല്ലേ? ഇപ്പൊ ഗാമ നമ്മൾക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഏത് ഫ്രാക്ഷൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗാമ ഹാഫിന്റെ നമുക്ക് √π അറിയാം. അപ്പൊ 3/2ന് തൊട്ട് മുമ്പ് ഏതാണ്? 1/2 ആണ്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം. ഇവിടെ എന്താണ്? മൈനസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? -1/2 അറിയണം. -1/2 കിട്ടാനും എന്ത് ചെയ്താൽ മതി? ഗാമ 1/2 വെച്ച് ചെയ്താൽ മതി. അപ്പൊ ഗാമ -3/2 + 1 ഡിവൈഡഡ് ബൈ -3/2. അപ്പൊ എന്ത് കിട്ടി? -3/2 + 1 എന്താ? -1/2. ഗാമ -1/2ന്റെ വാല്യൂ എത്രയായിരുന്നു നേരത്തെ കിട്ടിയത്? -2 √π എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? -√π ഇൻറ്റു ഇവിടെ ഇത് ഡിവൈഡ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? റെസിപ്രോക്കൽ. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2 × -3. ആ മൈനസും പോയി ബാക്കി എന്താ? 2 × 2 4 4/3 √π. അങ്ങനെയാണ് -5/2 നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യോ? -5/2 ഞാൻ ജസ്റ്റ് പറയാ, പക്ഷെ നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പൊ -5/2 ആണെങ്കിൽ എന്താ ചെയ്യാ? ഗാമ -5/2 കാണാൻ ഇതേപോലെ എന്ത് ചെയ്യണം? ഇത് റെക്കറൻസ് റിലേഷൻ വെച്ചിട്ട് ഗാമ n+1/n അത് വെച്ച് ഗാമ -5/2 + 1 -3/2 കിട്ടി. അപ്പൊ നമുക്കിത് ഏത് അറിയില്ലെങ്കിലും നമ്മൾ എവിടുന്നാ തുടങ്ങണ്ടേ? ഗാമ ഹാഫ് ഗാമ ഹാഫ് എന്ന് പറഞ്ഞാൽ ഗാമ 1/2 അതായത് √π. ഗാമ 1/2 ഈക്വൽ ടു √π എന്നുള്ള ആ ഒരു വാല്യൂ ഓർത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് കിട്ടും. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഗാമയുടെ വാല്യൂ മാത്രമേ നമ്മളോട് ചോദിക്കുള്ളൂ. അത് ഇന്റഗ്രേഷൻ വഴി തന്നെ കണ്ടുപിടിക്കണം എന്നൊന്നും പറയില്ല. അപ്പൊ ഗാമ ഹാഫിന്റെ വാല്യൂ നമുക്ക് കാണാതെ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാം എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ ഒരു സ്റ്റെപ്പും ഇല്ലാണ്ട് ഷോർട്ട് കട്ട് വഴി, അതായത് റെക്കറൻസിലേഷൻ എന്ന് പറഞ്ഞ് ഷോർട്ട് കട്ട് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമുക്ക് എന്താ വേണ്ടേ? ഈ റെക്കറൻസിലേഷൻ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. അതേപോലെ ഗാമ ഹാഫിന്റെ വാല്യൂ ഈ ജനറൽ ഫോമും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഉണ്ടോ? കാരണം ഇത് ഇത്രയും എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. മറ്റേതെന്തായിരുന്നു? ഇന്റഗ്രേറ്റ് ചെയ്ത് കുറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്തിട്ട് വേണം കിട്ടാൻ. അപ്പൊ അതൊന്നും വേണ്ടാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഗാമ ഹാഫിന്റെ മാത്രം അങ്ങനെ കണ്ടുപിടിച്ച് ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്ത് ശരിക്കും നമ്മുടെ വഴിയിൽ ചെയ്യാം. അപ്പൊ ഇതേപോലെ ഗാമ -3/2 എന്താണ്? നമുക്ക് നേരത്തെ കിട്ടി 4/3 √π ഇൻറ്റു റെസിപ്രോക്കല്. അപ്പൊ ചെയ്തപ്പോ എന്ത് കിട്ടി? -8/15 ഇൻറ്റു √π. ഇനി അടുത്ത എന്താ? ഇനി ഇതേപോലെ പോസിറ്റീവ് വാല്യൂസ് കാണാം. പോസിറ്റീവ് വാല്യൂസ് കാണാൻ നമുക്ക് എന്ത് ചെയ്യണ്ട? ഡിവൈഡ് എടുക്കണ്ട. ഇത് ഒരു സൈഡിലേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗാമ n+1/n ഇത് ഗാമ n+1/n എടുക്കും. പിന്നെ അപ്പുറത്ത് വേറൊരു സൈഡിലേക്ക് ആണെങ്കിൽ എന്താണ്? കറക്റ്റ് റെക്കറൻസ് റിലേഷൻ തന്നെ യൂസ് ചെയ്താണ്. ഇപ്പൊ ഗാമ 3/2 ആണ് കാണേണ്ടത്. ഗാമ 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗാമ n+1 ഈക്വൽ ടു n ഗാമ n. ഇത് ഹാഫ് ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ n ആണ് എന്ത്? 3/2. n ആണ് 3/2. അങ്ങനെയാണെങ്കിൽ അല്ല, ഇവിടെ n+1 ആണ് 3/2. n+1 ആണ് 3/2. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു എന്താ? 1/2 ആണ്. അപ്പൊ 1/2 അല്ലെ? n ഈക്വൽ ടു 1/2 ആകുമ്പോൾ n ഇൻറ്റു ഗാമ n ആണ്. 1/2 ഇൻറ്റു ഗാമ 1/2 എന്ത് കിട്ടി? 1/2 √π/2 √π/2 എന്ന് കിട്ടി. √π/2 എന്ന് കിട്ടി. ഗാമ 5/2 ആണെങ്കിൽ 3/2 വെച്ച് ചെയ്യാം അല്ലെ? ഇത് ഗാമ 3/2 + 1 ആണ് എന്ത്? 5/2. അപ്പൊ n+1. അപ്പൊ ഇവിടെ n ഏതാ? 3/2. അപ്പൊ n ഇതേപോലെ 3/2 ചെയ്തു. എങ്ങനെ ചെയ്തു? ഗാമ 3/2 + 1 ഈക്വൽ ടു n ഇൻറ്റു ഗാമ n. ഇത് 3/2 ഇൻറ്റു ഗാമ 3/2 ഈക്വൽ ടു 3/2 ഇൻറ്റു √π/2. അപ്പൊ എന്ത് കിട്ടി? 3/4 √π എന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഇക്വേഷൻസും ഇതില് കാണുക. ഇനി അടുത്ത ഇതിൽ എന്താ പറയണേ? അപ്പൊ ഇതൊരു ഷോർട്ട് കട്ടാണ്. റെക്കൺസിലേഷൻ വഴി കാണുന്ന എന്താണ്? ഒരു ഷോർട്ട് കട്ടാണ്. ഇനി ഇതാ ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to infinity e⁻x² dx യൂസിങ് ഗാമ ഫംഗ്ഷൻ. ഇത് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ എന്താ? അത് ഗാമ ഫംഗ്ഷൻ അല്ലേ?
പിന്നെ എന്താ ഇപ്പൊ ഇതില് ആദ്യം ചെയ്യാനുള്ളത് തോന്നുന്നു. പക്ഷെ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? ഈ e⁻−x അല്ലേ ഉള്ളൂ. സ്ക്വയർ ഉണ്ടോ? ഇല്ല. ഇത് ഈ എക്സിന് പവർ ഇല്ല നമ്മുടെ കയ്യില്. പിന്നെ അതേപോലെ ഇവിടെ x⁻n−1 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എന്തില്ല? പവർ ഇല്ല. ഈ എക്സിന് ഇത് e⁻x എന്നുള്ള എക്സിന് എന്തില്ല? പവർ ഇല്ല. ഇവിടെ എന്തുണ്ട്? പവർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പവർ ഒഴിവാക്കി ചെയ്യണം. പവർ ഒഴിവാക്കി ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ട്രിഗണോമെട്രിയിലുള്ള പല ഇക്വേഷൻസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തിരുന്നത്? കുറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നു. അതേപോലെ ഇതിൽ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ x² = എന്ത് കൊടുത്തു? y എന്ന് കൊടുത്തു. അങ്ങനെയാണ് ഈ 2x dy എന്താ? 2x dx ആണ് അല്ലേ? അപ്പോ അത് ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ dx മാത്രമാണ്. അപ്പൊ dx = എന്താണ്? dy ഡിവൈഡഡ് ബൈ 2x. dx = dy ഡിവൈഡഡ് ബൈ 2x. x എന്താ? x² y ആണ്. ഈ x എന്താ? x √y. അപ്പൊ dy ഡിവൈഡഡ് ബൈ 2 × √y നീട്ടി. dy ഡിവൈഡഡ് ബൈ 2 × √y. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ √y നെ നമുക്ക് എങ്ങനെ എഴുതാം? y⁻1/2 എന്ന് എഴുതാം. പക്ഷെ അത് മോളിക്ക് വരുമ്പോ y⁻−1/2. അപ്പൊ ആ ഫോമിൽ എഴുതുമ്പോ എങ്ങനെ എഴുതാം? ആ ഫോമിൽ എഴുതണമെങ്കിൽ എന്താ വരിക? ഇത് ഇന്റഗ്രൽ 0 to ∞. e⁻−x² ആയിരുന്നു. x² = y ആണ്. x² = y ആണ്. അപ്പൊ ആ y ഇവിടെ ഇട്ട് കൊടുത്തു. ഇൻറ്റു നമ്മള് അതേപോലെ dx ഉണ്ടപ്പോ എന്താ? 2x dx എന്നുള്ളായിരുന്നു. dy ല് ഇട്ട് കൊടുക്കുമ്പോ നമ്മൾ എന്ത് കിട്ടി? 2y അല്ലേ? അല്ല, dy ബൈ 2x എന്ന് വരും. അപ്പൊ എക്സിന് √y കൊടുത്തു. അപ്പൊ അങ്ങനെ 1/2 y⁻−1/2 dy എന്നുള്ളതായി. ഇനി 1/2 കോൺസ്റ്റന്റ് അല്ലേ? അതിനെ എന്ത് ചെയ്യാ? പുറത്തെടുക്കാം. അപ്പൊ അതിനെ പുറത്തെടുത്തു. അതിനെ പുറത്തെടുക്കുമ്പോ 1/2 ഇന്റഗ്രൽ 0 to ∞ e⁻−y y⁻−1/2 dy അല്ലേ? അങ്ങനെയുള്ള ഫോമുല കിട്ടി. ഇനി ഈ -1/2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 -1 എഴുതിക്കൂടെ? അല്ലെ? നമ്മുടെ ഗാമ ഫംഗ്ഷനിൽ ജനറൽ ഫോം x⁻n−1 എന്നുള്ള ഫോമിലാണ്. ഇവിടെ എക്സിന് പകരം y ആണെന്നേ ഉള്ളൂ. അപ്പൊ y⁻n−1 എന്നുള്ള ഫോമിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ജനറൽ ഫോമിലേക്ക് ആക്കുകയാണ്. ജനറൽ ഫോം അല്ലാത്തൊരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? ജനറൽ ഫോമിലേക്ക് ആക്കി മാറ്റുകയാണ്. അപ്പൊ y⁻n−1 എഴുതാൻ വേണ്ടി എന്ത് ചെയ്യും? -1/2 എങ്ങനെ കിട്ടും? ½ - 1 എന്താണ്? -½ തന്നെ കിട്ടും. അപ്പൊ ½ - 1 എഴുതി. അപ്പൊ ഇവിടെ ഇത് ഓവറോൾ നോക്കുമ്പോ ഇത് എന്തായി? ജനറൽ ഫോമിക്കായി മാറിയില്ലേ? ഇത് ജനറൽ ഫോം ആയില്ലേ? ഇത് ഇതാ e⁻−x x⁻n−1 dy. അപ്പൊ ഇത് എന്താണ്? n ആണ്. അപ്പൊ ഇത് n ആണെന്നുണ്ടെങ്കിൽ ഗാമ n എന്ന് പറഞ്ഞാൽ എന്താണ്? γ½ ആണ്. ഇവിടെ ഒരു 1/2 ഉണ്ട്. അപ്പൊ 1/2 × γ½ എത്ര? γ½ എന്താണ്? √π ആണ്. അപ്പൊ ½ × γ². ഇത് γ½ വാല്യൂ അറിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം? γ½ വാല്യൂ കണ്ടുപിടിക്കാൻ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്ത് വരേണ്ടി വരും. പക്ഷെ നമുക്ക് γ½ വാല്യൂ അറിയാം, √π. അപ്പൊ √π/2 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം? ജനറൽ ഫോമിൽ അല്ലാത്ത ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ ഫോമിലേക്ക് ആക്കിയിട്ട് പിന്നെ ചെയ്യണം. ഇനി ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to ∞ e⁻−x x⁵5/2 dx. ഇത് ജനറൽ ഫോമിലാണോ? ജനറൽ ഫോം എന്തായിരുന്നു? ഇന്റഗ്രൽ 0 to ∞ e⁻−x x⁻n−1 dx അല്ലേ? ഇവിടെ n-1 അതൊരു കോൺസ്റ്റന്റ് തന്നെയാണ്. n-1 5/2നെ n-1 ആക്കി മാറ്റണം എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ പവറോ ഒന്നുമില്ല. അപ്പൊ എന്താണ്? ഇത് ജനറൽ ഫോമിലാണ്. ഓൾറെഡി ജനറൽ ഫോമിൽ കിടക്കണതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട? ജനറൽ ഫോമിലേക്ക് ആക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ 5/2നെ ഏതാന്ന് നോക്കിയിട്ട് കണ്ടാൽ മതി. 5/2 നമ്മുടെ ജനറൽ ഫോം. 5/2നെ നമുക്ക് ഇങ്ങനെ n-1 എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? n-1 ആണ് എന്ത്? 5/2. n-1 5/2. അങ്ങനെയാണെങ്കിൽ n = എന്താ? 5/2 + 1. 5/2 + 1 എത്രയാ? 5/2 + 1? 7/2. 7/2.
അപ്പൊ ഇതെന്താണ്? n equal to 7/2 ആണ്. അപ്പൊ ഇത് equal to എന്താ? ഏതാണ് അതിന്റെ വാല്യൂ? ഗാമ 7/2. ഗാമ 7/2 കാണാൻ നമ്മൾ എന്ത് ചെയ്യാം? റെക്കറൻസ് റിലേഷൻ വെച്ച് ചെയ്താൽ മതി. ഗാമ 7/2 എന്ന് പറഞ്ഞാൽ ഗാമ 5/2 + 1 ആണ്. അപ്പൊ 5 അതായത് ഗാമ n + 1 = n ഗാമ n. 5/2 × ഗാമ 5/2. 5/2 × ഗാമ 5/2 നമുക്ക് കാണാം. ഇങ്ങനെ കാണാം. 3/2 വെച്ച് ചെയ്യാം. 3/2ന്റെ വാല്യൂ നമുക്കറിയാം. അതേപോലെ അപ്പൊ അങ്ങനെ വെച്ച് ചെയ്തപ്പോ 15/8√π എന്ന് കിട്ടി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ? ഇന്റഗ്രൽ 0 to infinity e⁻x² x⁻³ dx അല്ലേ? ഇവിടെ ജനറൽ ഫോമിലാണോ? പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം 3/2 എടുക്കും. 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? n-1 ആണ്. എടുത്തു പറഞ്ഞ n കണ്ടു, ഉത്തരം എഴുതി. ഉത്തരം തെറ്റിയില്ലേ? കാരണം എന്താ? അത് ജനറൽ ഫോമിലല്ല. എവിടെയാണ് ജനറൽ ഫോം അല്ലാത്തത്? e⁻x² എന്ന് വന്നു. അതായത് എക്സിന് x² വന്നു, പവർ വന്നു. പവർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പവറിനെ കളയണം. പവറിനെ കളയാൻ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? x² വേറൊരു വേരിയബിൾ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നേരെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻസിൽ വേണമെങ്കിൽ കൃത്യമായിട്ട് ഇത് വെച്ച് ചെയ്യുമ്പോഴുള്ള ഉത്തരം ഉണ്ടാവും. ഇത് 5/2 ഗാമ 5/2 = ഗാമ 5/2 എന്ന് കിട്ടുന്ന ഉത്തരം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യും കുട്ടികൾ? അത് ടിക്ക് ചെയ്യും. അപ്പൊ എന്തായി? തെറ്റിയില്ലേ? നെഗറ്റീവ് മാർക്ക് വന്നില്ലേ? അപ്പൊ അങ്ങനെയല്ല ചെയ്യണ്ടേ. എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ ഫോം ആണോ എന്നുള്ളത് ആദ്യം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പാടൂ? അത് ചെയ്യാൻ പാടുള്ളൂ. y = x² ആവുമ്പോ ഇതേപോലെ എന്താണ്? ഡെറിവേറ്റീവ് എടുത്തു, dy കണ്ടു. dx = എന്താ? dy/2x. x എന്താ? √y. y അതായത് dy /2 × y⁻⁻1/2. അപ്പൊ അതൊക്കെ എന്ത് ചെയ്തു? ഇട്ട് കൊടുത്തു. 1/2 × 0 to infinity e⁻. 1/2 × 0 to infinity e⁻⁻y y⁻²3/2. ഇത് 3/2 നടത്തണല്ലോ. x⁻³ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടല്ലോ. x പറഞ്ഞ എന്താണ്? y⁻1/2 ആണ്. അപ്പൊ y⁻1/2 3/2. പിന്നെ എന്തുണ്ട്? ഈ √y-ന്റെ y⁻. അത് ഇട്ടെടുത്തു. അപ്പൊ 1/2 × 0 to infinity e⁻⁻y ഇതെന്തായി? ഈ 1/2 × 3/2 ചെയ്തു. അപ്പൊ 3/4. 3/4 - 1/2 dy. അപ്പൊ എന്ത് കിട്ടി? 1/2 × 0 to infinity e⁻⁻y. ഇപ്പൊ ഇതെന്താണ്? ജനറൽ ഫോമിലാണ്. ഇത് ജനറൽ ഫോമിലാണെങ്കിൽ എന്ത് ചെയ്യാ? y⁻1/4 അല്ലേ? അപ്പൊ 1/4 ആണ് എന്ത്? n-1 = ആണ് എന്ത്? 1/4. n-1 ആണ് 1/4. n-1 1/4 ആണെങ്കിൽ n = എന്താ? 1 + 4 + 1, അതായത് 5/4. 1/2 ഗാമ 5/4 ആണ്. 1/2 നേരത്തെ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? നേരിട്ട് എന്ത് എഴുതും? നേരിട്ട് എന്താ എഴുതിയിരുന്നത്? അത് നേരെ ഒരേ ഫോമിലാക്കിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എന്താ എഴുതുക? 3/2 അതായത് 5/2ന്റെ എഴുതുക. ഗാമ 5/2 = എന്ന് എഴുതുക. അങ്ങനെയാണോ? അല്ല. 1/2 ഗാമ 5/4 ആണ്. കണ്ടോ? നല്ല മാറ്റല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1/2 ഉണ്ട്. ഓൾറെഡി 5/4 ആവുമ്പോൾ n+1 ആണ്. 5/4 എടുത്തു. 5/4 - 1 1/4 എടുത്ത് 1/4 × ഗാമ 1/4. ഗാമ 1/4 ഇതേപോലെ എന്ത് ചെയ്യണം? കാണണം. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ വാല്യൂ. ഇത് ഗാമ 1/4 ചിലപ്പോ ഓപ്ഷൻസിൽ ഗാമ 1/4 എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഗാമ 1/4ന്റെ വാല്യൂ കൂടി കണ്ടിട്ട് വേണം എഴുതാൻ. അപ്പൊ അത് കാണാറിയുമല്ലോ. നമ്മളിപ്പോ കുറെ ചെയ്തുവല്ലോ. അപ്പൊ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ഇപ്പൊ നമ്മൾ ഇത്ര കാര്യം പറഞ്ഞതില് ഫാക്ടോറിയൽ എന്ന് പറയും. ഫാക്ടോറിയൽ പറയാൻ കാരണം എന്താന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ ജനറൽ ഫോം കാണാതെ പഠിക്കണം. ഗാമ n = (0 to infinity e⁻⁻x x⁻n-1 dx എന്ന് പറഞ്ഞാൽ ജനറൽ ഫോം കാണാതെ പഠിക്കണം. പിന്നെ എന്തുണ്ട്? റെക്കറൻസ് റിലേഷൻ ഉണ്ട്. റെക്കറൻസ് റിലേഷൻ ഗാമ n+1 = n ഗാമ എന്ന് പറഞ്ഞ റെക്കറൻസ് റിലേഷൻ പഠിക്കണം. അതേപോലെ എന്ത് പഠിക്കണം? ഗാമ 1 ഗാമ 2 ഒക്കെ കാണാൻ എന്ത് ചെയ്യാൻ മതി? റെക്കറൻസ് റിലേഷൻ വെച്ച് കണ്ടാൽ മതി. ഒരു
സൈഡിലേക്ക് എന്ത് ചെയ്യണം, ഇത് കറക്റ്റ് റെക്കൺസിലേഷൻ എന്താണോ അതേപോലെ ആ രീതിക്ക് തന്നെ ചെയ്യുക. മറ്റേ സൈഡിക്ക് എന്താണ് നേരെ തിരിച്ച് അല്ലേ, മറ്റേ സൈഡിക്ക് നേരെ തിരിച്ച് എങ്ങനെ ഗാമ n പ്ലസ് 1/n എന്ന് വെച്ചിട്ടുള്ള ഇതിൽ കാണുക. പിന്നെ പറഞ്ഞത് എന്താ, ഗാമ ഹാഫിന്റെ വാല്യൂ, ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഗാമ ഹാഫിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ച് കുറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നടത്തി ലാസ്റ്റ് ജനറൽ ഫോമിലായിരുന്നു, പക്ഷെ അതിൽ നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ സ്ക്വയർ ഒക്കെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോളാർ കോർഡിനേറ്റ്സ് ഒക്കെ എടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, √π ആണ് എന്നുള്ളത് കിട്ടി. അങ്ങനെ ചെയ്തു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, -12ഉം -3/2 ഒക്കെ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യാണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇന്റഗ്രേഷൻ ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കാണാൻ പറ്റും. റെക്കറൻസ് റിലേഷൻ യൂസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പ വഴി. ഇന്റഗ്രേഷനിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ്റെ ഗാമ ഫംഗ്ഷന്റെ എന്താണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ആദ്യം എന്താണ് ജനറൽ ഫോമിലാണോ നോക്കണം, എന്നിട്ട് ചെയ്യണം. ജനറൽ ഫോമിൽ അല്ലെങ്കിൽ ആക്കി മാറ്റണം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതന്നെ എന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് അത്രേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷന്റെ ഒരു ഫംഗ്ഷനാണ് ഗാമ ഫംഗ്ഷൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തെടുക്കാം, ബീറ്റ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കും കൂടി എടുക്കാം. ഇപ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഗാമ ഫംഗ്ഷനും ബീറ്റ ഫംഗ്ഷനും മാത്രമേ ഉള്ളൂ തോന്നുന്നു. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ക്ലാസ്. താങ്ക് യു.